ഇന്ന് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകില്ലെന്നുള്ളതാണ്. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ശിക്ഷാവിധി നീട്ടിയത്. വിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി വരാനിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ചെന്താമരയ്ക്ക് ഇന്ന് എന്തു വിധിയാകും എന്ന കാര്യത്തിൽ ഉറ്റുനോക്കുകയായിരുന്നു കേരളം. ഇപ്പോൾ വിധി പറയൽ മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ് ചെന്താമര കേസ്, നെന്മാറയിൽ ഇരട്ട കൊലപാതക കേസ് ഏറെ ശ്രദ്ധേയമായതാണ്, ഏറെ വിവാദമായ ഒരു കേസ് തന്നെയാണ്. അത് കേരളക്കരയാകെ അതിൻ്റെ വിധി എന്താണെന്ന് നോക്കുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഇന്ന് 11 മണിക്ക് അതിൻ്റെ കേസ് വിധി ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം ഇന്ന് വിധി പറയലുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതി ചെന്താമരയെ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കാനും നിർദ്ദേശമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ട സുധാകരൻ്റെ മക്കളായ അഖിലയും അതുപോലെ തന്നെ അതുല്യയും ഇന്ന് കോടതിയിൽ ഹാജരാകില്ല എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ വിധി പ്രഖ്യാപനം എന്തായാലും ഇന്ന് ഉണ്ടാവില്ല. അതായത് ഈ വിധി പ്രഖ്യാപിക്കേണ്ടത് ജോർജ് കെന്നത്ത് എന്ന ജഡ്ജാണ്. ആ ജഡ്ജിൻ്റെ ആരോഗ്യ പ്രശ്നമാണ് അതിന് കാരണമെന്നാണ് അറിയുന്നത്. മറ്റൊരു ദിവസത്തേക്ക് ഇതിൻ്റെ തീയതി മാറ്റുക മാത്രമാണ് ഉണ്ടാവുക. കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഈ വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാത്രമായിരിക്കും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഏറെ വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഈ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ്. അതിന്റെ വിധിയാണ് മറ്റൊരു ദിവസത്തേക്ക് ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.